ഇല്ല. ഓക്കെ, ടി ജി ഇവിടെ വന്നിട്ടുണ്ട്. എംആർസെറ്റിന്റെ പ്ലേയേഴ്സ് ഒരു 3 പ്ലേയേഴ്സോളം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എംആർസെറ്റ് കരിമീൻകോട്, സി കെ മാരി, ജിൻസക്കായി, പിന്നെ അതുപോലെ തന്നെ സെഡ്നസ് ഡുവറും ഈ ഒരു ഏരിയയിൽ ഇറങ്ങി നിന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ടി ജിത്തെ പ്ലേയേഴ്സിന്റെ വെഹിക്കിൾസ് എല്ലാം ഈ ഒരു ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എംആർസെറ്റിന്റെ വെഹിക്കിൾസ് കൗണ്ട് അത്യാവശ്യം കൂടുതലുണ്ട്. ഇപ്പൊ കറന്റ് നോക്കുകയാണെങ്കിൽ 10-12 വെഹിക്കിളോളം ഇവിടെ കാണുന്നുണ്ട്. ടി ജിയുടെ വെഹിക്കിളിന്റെ കൗണ്ട് നോക്കുകയാണെങ്കിൽ 8 വെഹിക്കിളാണ് ഇപ്പൊ കറന്റ് കാണാനുള്ളത് ടി ജിയുടെ ഭാഗത്ത്. 8 ഒരു 10-12 വെഹിക്കിളോളം 4 8 10 12 13 വെഹിക്കിൾ 14 വെഹിക്കിളോളം ഉണ്ട് എംആർസെറ്റിന്റെ ഭാഗത്ത് നിന്ന്. എംആർസെറ്റ് 14 വെഹിക്കിളാണ് ഇപ്പൊ കറന്റ് ഇനീഷ്യലി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റഷ്യൻ DNL ഇറങ്ങി നിൽക്കുന്നുണ്ട്. റഷ്യൻ DNL ഗൈസ് മാക്സിമം എല്ലാവരും കിക്കിലോട്ട് പോയ ഗൈസ്, എല്ലാവരും കിക്കിലോട്ട് പോയ. ഓക്കെ, ടി ജി ഇവിടെ കുത്തിയടിക്കുമോ? എംആർസെറ്റ് ഇവിടെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എംആർസെറ്റ്, ജോക്കർ, പിന്നെ അതുപോലെ തന്നെ അംബാൻ പ്രോ, അലക്സ് ഡുവോർ, ജോഷു, അവരെല്ലാവരും ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫയറിംഗ് ഫ്രം ഡാർസൽ ബ്ലേക്കിന്റെ ഭാഗത്തുനിന്ന് ടി ജിയുടെ കൊമ്പന്റെ വെഹിക്കിളിനിട്ട് നല്ലൊരു ഫയറിംഗ്. ചെയ്യുന്നു. ഓക്കെ, ടി ജെ മൊത്തത്തിൽ വണ്ടി എടുത്ത് നേരെ പിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. എംആർസെറ്റിന്റെ സൈഡിലേക്ക് ടി ജെ നേരെ വെഹിക്കിൾസിന് പിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. എംആർസെറ്റ് ബണ്ണി ജാസ് അല്ല, അത് മിസ്റ്റർ എക്സ് അല്ലേ? ഓക്കെ, ടി ജെ കൊമ്പന്റെ വെഹിക്കിൾ നല്ലൊരു ഫയറിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. കൊമ്പന്റെ വെഹിക്കിൾ നല്ലൊരു ഫയറിംഗ് കിട്ടിയിട്ടുണ്ട്. ഇന്റൻഷ്യൽ വീഡിയോ ഉണ്ടോ നോക്കണടാ. ഇന്റൻഷ്യൽ വീഡിയോ ഉണ്ടെങ്കിൽ POവിൽ കണ്ടു കഴിഞ്ഞാൽ നേരെ ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വിളിച്ചോ, POV ചെക്ക് ചെയ്തോട്ടാ. ഓക്കെ, റഷ്യൻ DNL ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംബാം പ്രോ, ജിൻതക്കായി ഒക്കെ ഇവിടെ ഇറങ്ങി അടിക്കുന്നുണ്ട്. കരിമീൻ ഗോഡ്, ജിൻസക്കായി, ജോഷു, അലക്സ് ഡുവോർ, പിന്നെ സി കെ മാരി, ഗൈസ് മാക്സിമം എല്ലാവരും കിക്കിലേക്ക് പോയ ഗൈസ്. മാക്സിമം എല്ലാവരും കിക്കിലേക്ക് പോയ. 337 പേര് കിക്കിലുണ്ട്. ബാക്കി എല്ലാവരും കിക്കിലേക്ക് തന്നെ പോയ വീണ്ടും. ഓക്കെ, കൊമ്പന്റെ വണ്ടിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. കൊമ്പന്റെ 4 ടയറും ഇല്ല. കൊമ്പന്റെ വെഹിക്കിളിന്റെ ടി ജെ കൊമ്പന്റെ വെഹിക്കിളിന്റെ 4 ടയറും ഇല്ല. ടി ജെ ഇവിടെ കുത്തിയിരിക്കുന്ന എംആർസെറ്റ് അലക്സ് ഡുവർ അവിടെ ടി ജെ ബ്രോക്കൺ ഡൗൺ ആക്കിയിട്ടുണ്ട്. ടി ജെ ഇവിടെ കുത്തിയിട്ടുണ്ട്. ടി ജെ എംആർസെറ്റ് ഇവിടെ കുത്തിയടിക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ടി ജെക്ക് നല്ലൊരു പണി കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എംആർസെറ്റ് ജോക്കറിന്റെ അടുത്തൊരു പിക്ക്, ടി ജെ ഹാർലി ലൂക്കാസ് ഒരു പിക്ക്, ജോസിന്റെ ഒരു പിക്ക്, ഹാർലി ലൂക്കാസിന്റെ 2ാമത്തെ പിക്ക്. ഓക്കെ, ടി ജെ ഇവിടെ 3 പിക്ക് എടുത്തിരിക്കുന്നു. എംആർസെറ്റിന്റെ ഭാഗത്തുനിന്ന് ടി ജെക്ക് 2 പിക്കാണ് വന്നത്. ടി ജെ കെൻഡ്രിക്ക് ഒരു പിക്ക്, എംആർസെറ്റ് ജിൻസക്കായി ഒരു പിക്ക്, മാലിക് ഒരു പിക്ക് എടുത്തിരുന്നു ടി ജെയുടെ. പിന്നെ ദിഗോഡ് ഒരു പിക്ക്, ജോഡക്സ് പീക്ക് ഒരു പിക്ക്, ജോസുട്ട് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ടി ജെ സേവിയർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എംആർസെറ്റ് ബാക്കിൽ കുത്തിയിട്ടുണ്ട്. എംആർസെറ്റ് ജോഷു ആൻഡ് കരിമിൻ ഗോഡ് ഒരു പിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. സേവിയർ അവിടെ ഒരു പിക്ക് എടുത്തിരുന്നു. കെ കുര്യച്ചൻ അവിടെ ഒരു പിക്ക്, ജോഡക്സ് സ്പീക്കർ അടുത്തൊരു പിക്ക്, ജോസുട്ടി അടുത്തൊരു പിക്ക്, ഷെയ്ഖ് നൂമാൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഹാർലി ലൂക്കാസ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു ടി ജെയുടെ. ഹാർലി ലൂക്കാസ് ഒരു എന്റെ പൊന്ന്, അത് വിഷയടി. ഇവിടുന്ന് ടി ജെ അടിക്കുന്ന ഒരു കിട്ടിലടി അടിച്ചോണ്ടിരിക്കുന്ന ടി ജെ ഹാർലി ലൂക്കാസിന്റെ അടുത്തൊരു പിക്ക്, ജോഡക്സ് സ്പീക്കർ അടുത്തൊരു പിക്ക്. ഐ തിങ്ക് ഷെയ്ഖ് നൂമാൻ മാത്രം ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഷെയ്ഖ് നൂമാൻ ഇവിടെ ടി ജി ഐ തിങ്ക് ഇടിച്ചു കൊല്ലാനുള്ള ഒരു ട്രൈ നടത്തിക്കൊണ്ടിരിക്കുന്നു. നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം എല്ലാവരും കിക്കിലേക്ക് വായോ ഗൈസ്. ഇവിടെ ഓക്കെ, എടാ ആരെങ്കിലും ഒരാളെ അടിക്ക് നിന്നിട്ട് തെറി വിളിക്കുന്നുണ്ടോ നോക്കി ശിവ. നല്ലൊരു കിടിലൻ ഫൈറ്റ് ആണ് കണ്ടത് ഗൈസ്. കിടിലൻ ഫൈറ്റ് നമ്മൾ കണ്ടത്. കിടിലൻ ഒരു ഫൈറ്റ് ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഷെയ്ക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഷെയ്ക്ക് ഡൗൺ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കൈൻഡ് സൈക്ലോൺ ഫോർ ദ ഗിഫ്റ്റ്. താങ്ക് യു. സബ്സ്ക്രിപ്ഷൻ ഗിഫ്റ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഗൈസ്. അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഓടിക്കാണ്ടാവുക. ഒരു കിടിലൻ ഇനീഷ്യൽ ഫൈറ്റ് ആണ് നമ്മൾ കണ്ടത്. കിടിലൻ. മാക്സ് 1130 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. വാച്ച് ചെയ്യുന്ന എല്ലാവരും കിക്കിലേക്ക് വായോ ഗൈസ്. എല്ലാവരും കിക്കിലേക്ക് വായോ. നമുക്ക് കിക്കിലേക്ക് വായോ. എല്ലാവരും മാക്സിമം കിക്കിലേക്ക് വായോ ഗൈസ്. എല്ലാവരും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കിടന്ന് ലൈവ് പറയുന്ന കിക്ക്.
എടാ മാർക്കോ, നീ ഫ്രീ ആണെങ്കിൽ ചാറ്റിക്ക് വരോടാ. വെള്ളം കുടിക്ക് ബാക്കു. കത്തിയോ? ഇല്ലല്ലോ, കത്തിയില്ലല്ലോ. ഹോസ്റ്റേജ് എടുക്കണ്ടാവോ? ഹോസ്റ്റേജ് എടുക്കാൻ ചാൻസ് കാണുന്നില്ല ഇപ്പൊ കറന്റ്. കാണാൻ ചാൻസ് ഉണ്ട്, ഇല്ലായികയുണ്ട്. എല്ലാരും കിക്കിലേക്ക് പോയി ഗൈസ്. കമന്ററി പറഞ്ഞ് ചത്തോതാ. എനിക്ക് വയ്യായിരുന്നു ഓൾറെഡി. എനിക്ക് കഫക്കെട്ടാന്ന് തോന്നുന്നുണ്ട്. റൈഗർ താങ്ക് യു സോ മച്ച് ഫോർ ഫോളോയിങ്. അയോനി താങ്ക് യു സോ മച്ച് ഫോർ ഫോളോയിങ്. എത്ര ലൈവ് എന്താ? എത്ര ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 12 13 14 പ്ലേയേഴ്സുള്ള ലൈവ് ഉണ്ടെന്ന് തോന്നുന്നു. ടി ജിയുടെ 14 15 പേര് 15 പേര് 15 16 പേരുള്ള ലൈവ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. 16 പേരാ 15 16 പേരെന്തോ ലൈവ് ഉണ്ട് ടി ജിയുടെ ഭാഗത്ത്. ഇഎംഎസ് ഇല്ലല്ലോ. ഇഎംഎസ് ഉണ്ട്. ആരെങ്കിലും കത്തിപ്പോയിട്ടുണ്ടോ നോക്കണം കേട്ടോ. കത്തിപ്പോകുന്നവരുടെ പേര് നോക്കിക്കോളാം. ആ പുറത്ത് ഇട്ടേക്ക്, കയറിയില്ല എന്നുണ്ടെങ്കിൽ. ഇന്നലെ വരാൻ പറ്റിയില്ലേ? കുഴപ്പമില്ല, നമുക്കത് എല്ലാരും കൂടെ കൂട്ടി ഇന്നങ്ങ് ആക്കാം. അതല്ലേ നല്ലത്. ഈ വണ്ടി എടുത്ത് ആരും വന്നടാ. ഇത് ഹൈഡ് ചെയ്യണ്ട, മറ്റേ ഇത് ടൈം ഔട്ട് അടിച്ചാൽ മതി. ഹൈഡ് ചെയ്യണ്ട. ഡിലീറ്റ് ചെയ്യുന്ന എന്തുവാടാ, എന്തോരം വണ്ടിയാടാ അത്. പറഞ്ഞോ. അത് കാരണം അത് നോക്കാം. പറ്റും. ഇന്നെന്തോ ആര് പറഞ്ഞു? നമ്മള് ഇതാക്കുന്നല്ലോ, മറ്റേ തിരിച്ചവന് കയറാൻ പറ്റും. നോക്കാം. അവര് ഡൗൺ ആയിട്ടില്ലല്ലോ. അത് അങ്ങനൊന്നും പറഞ്ഞിട്ട് ഇതാക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ ഇന്നാളെ സ്റ്റേജ് ഉണ്ടെന്ന് പറയാൻ പറ്റും.